കഴിച്ചിട്ട് ഇങ്ങോട്ട് താ അമ്മേ. ഇതാ അമ്മേ പ്ലേറ്റ്. ഇതാ. നിങ്ങൾ രണ്ടുപേരും കൂടെ വല്ല ഉപകാരം ഈ വീട്ടില്. സദാസമയം ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ മാത്രമേ എനിക്ക് രണ്ടുപേർക്ക് അറിയുള്ളൂ. ഇനി മേലാക്കി വീട്ടിൽ ഇമ്മാരി പരിപാടി കേട്ട രണ്ടുപേരും ഞാൻ പുറത്താക്കും. സോറി അമ്മ. അതെ അമ്മ, രണ്ടുപേരും ഒരു അക്ഷരം വിട്ടു പോരുത് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഇന്ന് എന്തായാലും നമുക്ക് അമ്മനെ കൊണ്ട് നമ്മളെ കൊണ്ട് നല്ലൊരു വർത്തമാനം പറയിപ്പിക്കണം. അതെ, നമ്മൾ നല്ല കുട്ടികളാണ് അമ്മയ്ക്ക് തെളിയിച്ചു കൊടുക്കണം. അതന്നെ. ശരി, വാ നമുക്ക് പെട്ടെന്ന് ഭക്ഷണം ഇടക്കി കൊടുക്കണം. അല്ല ചേച്ചി, നമുക്ക് എന്താ ഉണ്ടാക്കുക? അതന്നെ ഞാൻ ആലോചിച്ചിരിക്കുന്നേ. ചേച്ചി, നമുക്ക് ദോശയും ചട്നി ഉണ്ടാക്കാം. അത് കൊള്ളാം. പക്ഷെ ചേച്ചി, എനിക്ക് ദോശ ഉണ്ടാക്കാൻ അറിയില്ല. അത് കുഴപ്പമില്ല, എനിക്ക് നീർദോശ ഉണ്ടാക്കാൻ അറിയാത്തുള്ളൂ. ബട്ട് മൈദ ദോശ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. അത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. കൊള്ളാം, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ തന്നെ സമയം വൈകി. ദോശ ഇങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റി. അടുത്ത പരിപാടി ചട്നി ഉണ്ടാക്കല്. അതെ, അങ്ങനെ ചട്നി റെഡി. അതെല്ലാം റെഡി ആക്കിയില്ലേ? നമുക്ക് അമ്മയെ വിളിച്ചതെല്ലാം കാണിച്ചു കൊടുക്കാം. ഞാൻ അമ്മയെ വിളിച്ചോണ്ടാ. ചേച്ചിക്ക് കുക്കിംഗ് ഒക്കെ അറിയാല്ലേ? എന്തായാലും എന്റെ അത്ര പോകൂല. ഇങ്ങോട്ട് വാ അമ്മേ. എന്തിനാണ് നിനക്ക്? എങ്ങനെയുണ്ട്? ഇതെല്ലാം മക്കളുണ്ടാക്കിയതാണോ? അതെ അമ്മേ. നല്ല കുട്ടികളെ. ശരി അമ്മേ, ഈ ഫുഡ് ഒന്ന് കഴിച്ചു നോക്കിയേ. എന്ത് തീരെ ഉപ്പ് ഇട്ടിട്ടില്ല. എങ്ങനെയുണ്ടമ്മ? കൊള്ളാം കൊള്ളാം. താങ്ക് യു. അതിന് നിന്നോടുകൂടെ ആരും പറഞ്ഞിട്ടില്ല, എന്നോടാണ് പറഞ്ഞത്. കാരണം ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയത്. ഓവർ ഷോ. അങ്ങനെ തന്നെ. മക്കളാണോ ഇനി ഉച്ചക്കും രാത്രിക്ക് ഉണ്ടാക്കുന്നത്? അതെ അമ്മ. അതൊന്നും വേണ്ട മക്കളെ. അയ്യോ, മക്കള് ഭയങ്കര ടയർഡായിരിക്കും. മതി കേട്ടോ, ഇത് വെച്ച് അവസാനിപ്പിക്കേ. ഇല്ല അമ്മ, ഒരിക്കലും ഞങ്ങൾ അവസാനിപ്പിക്കില്ല. ഞങ്ങൾ നല്ല ജോലി എടുക്കും. അമ്മ റെസ്റ്റ് എടുത്തോ. എന്റെ പൊന്നത് വലിയ പണിയാവുമല്ലോ. എന്താ അമ്മ, സന്തോഷായില്ലേ? പിന്നെ ഇനി നമുക്ക് ഡ്രസ് എല്ലാം അലക്കി കൊടുക്കാം അമ്മക്ക്. അങ്ങനെ ഡ്രസ് ഒക്കെ അലക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മൾ എല്ലാം ഉണക്കിയിട്ടു. അതെ, ഇത് അമ്മക്ക് കാണുമ്പോ ഒത്തിരി സന്തോഷാവും. ശരി, ബാക്കി നമുക്ക് ജോലി ചെയ്യണം. അങ്ങനെ ഉച്ചക്കുള്ള ചോറിനുള്ള കൂട്ടാൻ വെക്കണേ. തോരനുള്ള നമ്മള് കാരറ്റ് കട്ട് ചെയ്യുന്നുണ്ട്. കൊള്ളാം. ചോറിന് എത്ര നാഴി അരി ഇടണം നിനക്കറിയോ? ഈ നാഴി എന്നത് ഞാൻ ഫസ്റ്റ് ടൈമാ കേൾക്കുന്നത്. എന്നോടാണ് നീ ചോദിക്കുന്നത്? അമ്മേ. എന്താ അമ്മേ, എത്ര നാഴി അരി ഇടണം? എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ മതി നിർത്തിയേക്ക് നിങ്ങളെ പണി. നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്, ഇതൊക്കെ എടുത്ത് വല്ല പ്രശ്നം പറ്റും. എന്തുവാ